ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും തമ്മിലുള്ള വഴക്കിന് ഇത്തിരി ശക്തി കുറഞ്ഞെങ്കിലും ഇപ്പോൾ കിടപ്പ് രണ്ടും രണ്ടിടത്ത് തന്നെയാണ് കേട്ടോ. അവർ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിട്ടൊന്നുമില്ല. വേദേനെ വിക്രാംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ ഹോളിൽ കൊതുകിൻ്റെ കടി കൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ റൂമിൽ കിടക്കയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല ജഗ്ഗിൽ. അപ്പോൾ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകണം. ഹോളിക്കട വേണമല്ലോ പോവാൻ, ഇവളെ നോക്കിയിട്ട് വേണമല്ലോ കടന്നു പോകാൻ എന്നുള്ള ചിന്തയിൽ നമ്മുടെ വിക്രം വെള്ളം എടുക്കാനായിട്ട് വരിക. വെള്ളം എടുക്കാൻ വരുമ്പോൾ വേദയെ നോക്കും. വേദയാണെങ്കിൽ കൊതുക് കടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേദ ആ സമയത്ത് എഴുന്നേറ്റിരിക്കും. എന്നെ ഈ കൊതുകിന് ഇട്ട് കൊടുത്തിട്ട് ഈ മനുഷ്യരവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ വേദ വേഗം എഴുന്നേറ്റ് വിക്രത്തിൻ്റെ റൂമിലേക്ക് തന്നെ പോകട്ടാ. വിക്രമാണ് ഈ വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇവളെ കാണാനില്ലല്ലോ, ഇവളെവിടെ പോയി, വീട്ടിലേക്ക് ഇറങ്ങി പോയി ഈ രാത്രിയിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ. ആ വേദാളെ എന്നെ ഇട്ടിട്ട് എവിടേക്ക് പോകാനാ, ബാത്റൂമിലും എല്ലാം പോയിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് വിക്രം വേഗം റൂമിലേക്ക് ചെല്ലുക. വിക്രം റൂമിലേക്ക് ചെല്ലുമ്പോൾ വേദ വിക്രത്തിൻ്റെ കട്ടിലുമേ കിടന്നിക്കണതാണ് കേട്ടോ കാണുന്നത്. ഇടി വേദാളമേ, നിന്നോട് ആരാ ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞേ, എഴുന്നേറ്റ് പോടി എന്ന് പറയും. അപ്പോൾ വേദ പറയും, ഞാൻ എഴുന്നേറ്റ് പോവില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങും, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാണ് കേട്ടോ വേദ വിക്രത്തിനോട്. അപ്പോൾ വിക്രം പറയും, ഭാര്യ എന്ന് പറഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം വേദന റൂമിലേക്ക് നിന്ന് വെളിയിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.